ടു സൈലം, ഇറ്റ്സ് മീ വിജയാർ. മക്കളെ, നമ്മുടെ എക്സാം ഇതാ ഇങ്ങോട്ട് അടുക്കാണ്. ദേ വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു ക്വസ്റ്റ്യൻ, നിങ്ങളെ എല്ലാ കൊല്ലവും ചോദിക്കുന്ന ഒരു പാർട്ട് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവനായിട്ട് കാണുന്ന കാര്യം ഈ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഏറ്റവും കൂടുതലാണ് എന്നല്ല, ചോദിക്കും. ഓക്കെ, കാരണം ചോദിക്കലുണ്ട്. ചോദ്യം സിമ്പിളാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വേഗം കാണാൻ പറ്റും. ചോദ്യം എന്താണ് നോക്ക്. -3 × 4. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ഒരു നമ്പറിൻ്റെ പുറത്ത് മൈനസ് ഉണ്ടെങ്കിൽ ഗുണിക്കാനാണ്, മൾട്ടിപ്ലൈ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ആദ്യം 3ഉം 4ഉം ഗുണിക്കുക. 3ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 12 അല്ലേ? 12. 3 4 12 ആണ്. ഈ -1 അല്ലേ ഉള്ളൂ, ഒരു മൈനസ് ഉള്ളത്. അപ്പോൾ ഒരു മൈനസ് ആണെങ്കിൽ ഗുണിക്കാനാണെങ്കിൽ, മൾട്ടിപ്ലൈ ആണെങ്കിൽ നിങ്ങൾ അവിടെ മൈനസ് ഇട്ട് കൊടുത്താൽ മതി. സിമ്പിൾ അല്ലേ? ഉദാഹരണത്തിന് ഞാനൊരു ചോദ്യം തരാം. -5 മൈനസ് വേണ്ട അല്ലേ, -5 × 10 എന്ന് പറഞ്ഞാൽ എന്താ? 5ഉം 10ഉം ഗുണിച്ചാൽ 50. ഒരു മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക, -50. ഇതാ സംഭവം. ഓക്കെ, ഇപ്പോൾ ചില കുട്ടികൾക്ക് സംശയം ഉണ്ടാവും, സാറേ 2 മൈനസ് വന്നാൽ എന്താ സംഭവിക്കുകയെന്ന്. മക്കളെ, 2 മൈനസ് ഇതാ നോക്ക്. 2 മൈനസ് -2 × -2 എങ്ങനെയാണ് ചെയ്യുക? സിമ്പിളാ. എങ്ങനെ ചെയ്യുക? 2 2ഉം ഗുണിച്ചാൽ 4 നോക്ക്. മൈനസും മൈനസും ഗുണിച്ചാൽ മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആവും. അപ്പോൾ +4. പ്ലസ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ 4. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മൈനസ് ആണെങ്കിൽ മൈനസ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഉത്തരത്തിൽ. പക്ഷേ ഗുണിക്കുമ്പോൾ 2 മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണേ, ഇവിടെ ഗുണിക്കുകയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പം 2 മൈനസ് വരുമ്പോൾ എന്താവും? പ്ലസ് ആയിട്ട് മാറും. പ്ലസ് എഴുതേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാം. നമുക്ക് ബി ക്വസ്റ്റ്യൻ എന്താണ്? 5 -2. സിമ്പിളാണ് ചെയ്യാൻ. 2 മൈനസുകൾ ഇതാ ഇവിടെ ഒരുമിച്ച് വരുന്നുണ്ട് അല്ലേ? ഒരുമിച്ച് ഇതാ ഇങ്ങനെ മൈനസ് വരികയാണെങ്കിൽ ഒരുമിച്ച് വന്നാലും പ്ലസ് ആവും. അപ്പോൾ 5 പ്ലസ് ആയിട്ടോ, ഇത് പ്ലസ് ആയി 2. 5 + 2 എത്രയാണ്? 7. ഉത്തരം സെറ്റ്. റെഡി ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ തന്നിട്ടുണ്ട്, വേഗം ഒന്ന് ചെയ്ത് നോക്കിക്കേ. സിമ്പിളാണ്. ക്വസ്റ്റ്യൻ എന്താണ്? 3 × -2 എങ്ങനെ കാണാം? സിമ്പിളാ, പറഞ്ഞേ. ഇതാ 3ഉം 2ഉം കൂടെ ഗുണിക്കുന്നു, 6. പുറത്ത് മൈനസ് ഇടുന്നു, കാരണം ഇവിടെ ഒരു മൈനസേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ മൈനസ് അവിടെ ഇട്ട് വെക്കാം. അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. ബി പാർട്ട് ക്വസ്റ്റ്യൻ. -4 × -5. ബ്രാക്കറ്റ് ഒഴിവാക്കിയതാ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? 2 മൈനസുകൾ വന്നു. 2 മൈനസുകൾ ഇവിടെ ഗുണിക്കാനാണ് വന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണേ, മറക്കല്ലേ. 2 മൈനസുകൾ വന്ന എന്താവും? 4ഉം 5ഉം ഗുണിച്ചു കഴിഞ്ഞാൽ 20 അല്ലേ? 4 5 20 അപ്പോൾ നിങ്ങൾ മൈനസും ഗുണിക്കുമ്പോൾ പ്ലസ് ആവും, പ്ലസ് എഴുതണ്ട. ഓക്കെ, മൈനസും ഗുണിക്കുകയാണെങ്കിൽ എന്തായി പോവും? പ്ലസ് ആയി പോട്ടോ. ഇതാണ് ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഓക്കെ, അടുത്ത സി പാർട്ട് ക്വസ്റ്റ്യന് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ചോദ്യം കൂടെ പറഞ്ഞുതരാം. -6 ഈ ബൈക്ക് പകരമാണ് ഈ ബൈക്ക് പകരം ഞാൻ ഇങ്ങനെ ബൈ ഇട്ടതാ കേട്ടോ, ഹരിക്കണം, പ്രശ്നമൊന്നുമില്ല. അപ്പം -3. നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? നോക്ക്, 6 ഹരിക്കണം 3 എത്രയാ? 6 / 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. എത്രയാണ്? 2 ആണ്. ഓക്കെ, 6ൽ 3 2 അല്ലേ? ഒന്ന് ആലോചിച്ചിട്ട് പറയണേ. മൈനസും ഹരിക്കാൻ, ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാലും പ്ലസ് ആയി പോവും. ഓക്കെ, -/ എന്ന് പറഞ്ഞാൽ എന്താവും? പ്ലസ് ആവും കേട്ടോ. പ്ലസ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ 2 എന്ന് എഴുതിയാലും മതി, ആൻസർ സെറ്റാണ്. ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്, വേഗം ചെയ്ത് എങ്ങനെ ചെയ്യുക? ഇത് മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം നോക്കാം. -3 + 2. -3 + 2 എങ്ങനെ ചെയ്യുക? സിമ്പിളാണ്. എങ്ങനെ ചെയ്യുക? നിങ്ങൾ ചെയ്യേണ്ട കാര്യം വലുതെന്ന് ചെറുത് കുറയ്ക്കാം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതിലേതാ വലുത്? ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും ഉണ്ടെങ്കിൽ വലുതെന്ന് ചെറുത് കുറച്ചാൽ മതി. നോക്ക്, ഇവിടെ മൈനസും പ്ലസ്സും ഒരു ചോദ്യത്തിൽ വരികയാണെങ്കിൽ ഏതാ വലുത്? മൈനസും പ്ലസ്സും ഇല്ലെങ്കിൽ ഏതാ വലുത്? 3ഉം 2ഉം. സാധാരണ നമ്പർ എടുത്തേ. സാധാരണ 3 എടുക്കുക, സാധാരണ 2 എടുക്കുക. 3ന്ന് 2 കുറച്ചേ, വെറുതെ കുറയ്ക്കാം. 3ന്ന് 2 കുറച്ചേ 1 അല്ലേ? 3 2 കുറച്ച് എത്രയാ? സാധാരണ 3 സാധാരണ 2 1 കിട്ടി. അതെങ്ങനെയാ? 3 2 കുറച്ചപ്പോൾ കിട്ടി. ഇനി വലുതിൻ്റെ കൂടെ, വലുതെന്ന് പറഞ്ഞാൽ നമ്മളത് അടുത്ത 3 അല്ലേ? വലുതെന്ന് ഈ മൈനസ് ഇട്ട് കൊടുക്കുക, -1. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഒന്നും കൂടെ പറയാം. എന്താ സംഭവം? എന്താണ്? 3 സാധാരണ 3ഉം 2ഉം എടുത്തു, ശേഷം 3ന്ന് 2 കുറച്ചപ്പോൾ 1 കിട്ടി. അപ്പം വലിയ 3ൻ്റെ പുറത്തുള്ള നമ്പർ ചിഹ്നം ഏതാ? ചിഹ്നം മൈനസ്. ആ വലുതിൻ്റെ ചിഹ്നമാണ് ഇവിടെ ഉള്ളത്. സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതാണ്. -7 -3. 2 മൈനസ് ഉണ്ട്, ശ്രദ്ധിക്കുക. -7 അല്ല അല്ലേ, സോറി, 7 -3. മക്കളെ, ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞതാ, 2 മൈനസുകൾ ഒരുമിച്ച് വന്നാൽ
പ്ലസ് ആവും. അപ്പോൾ 7 + 3 ദാറ്റ് ഈസ് 10. ആൻസർ സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തു വെക്കുക. 10 മൈനസ് മൈനസ് 10 ചെയ്യുക. അതുപോലെ തന്നെ 20 മൈനസ് വേണ്ട അല്ലേ, നമുക്ക് ഇൻറ്റു ആക്കാം. ഇൻറ്റു -5 ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്തോളാം, ടൈപ്പ് ചെയ്തിട്ട് വിട്ടോളാം. അതോടൊപ്പം തന്നെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ പരീക്ഷ അടുക്കാണ്. ഓൾ ദ ബെസ്റ്റ്. പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളുക, ഞങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്തോളുക, നിങ്ങളുടെ റീപ്ലൈ, നിങ്ങളുടെ ഫീഡ്ബാക്കുകളിലെല്ലാം ഈ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. മാത്രമല്ല എക്സാം കഴിഞ്ഞിട്ട് ഈ ഒരു ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. ഈ ഒരു ഇൻസ്റ്റാഗ്രാം IDയിൽ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എക്സാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തോളാം, അറിയിക്കുക. ഒന്ന് റിക്വസ്റ്റ് അയച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് എക്സാം ഉണ്ടായിരുന്നത്, എളുപ്പമായിരുന്നോ, എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ എന്നെല്ലാം നിങ്ങൾ എന്ത് ചെയ്തോളാം ഇതിൽ ഉറപ്പായിട്ടും അറിയിക്കുക. വൈശാഖ് JR എന്നാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഗുഡ് ബൈ.